പ്രവാസകാലം എന്നത് ഒരു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. എന്തുകൊണ്ട് പ്രവാസികളായ ഞങ്ങളെ ഓർക്കുന്നില്ല എന്ന ചോദ്യം ഹൃദയഭേദകമാവുന്നത് വിശുദ്ധ വേദപുസ്തകത്തിലെ സങ്കീർത്തനങ്ങളിൽ 137 പാടുമ്പോഴാണ്. ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു, സിയോനെ ഓർത്തു ഞങ്ങൾ കരഞ്ഞു. പ്രവാസം എന്നത് സ്ഥാനചലനം തന്നെയാണ്. സ്വന്തം നാട്ടിൽ നിന്നും, സ്വന്തം ബന്ധത്തിൽ നിന്നും, സ്വന്തമെന്ന് കരുതിയ ഇടങ്ങളിൽ നിന്നൊക്കെ ഒരു സ്ഥാനചലനം. നാട്ടിൽ ഉള്ളവരുടെ കുഞ്ഞു വയറുകളെ നിറയ്ക്കുവാൻ സ്വയം നാടിനെ ഉപേക്ഷിച്ച ദേശാടന കിളികൾ, സ്വന്തത്തെയും ബന്ധത്തെയും ഓർത്ത് കരയുന്നവർ, മരുഭൂമിയിൽ കൊടും വെയിൽ കൊണ്ട് രക്തം വിയർപ്പാക്കി ജീവിക്കുമ്പോൾ ഹൃദയത്തിൽ ഒരു സ്വപ്നം മാത്രമാണ്: ഒരു വീട്, കുഞ്ഞുങ്ങളുടെ പഠനം, പിന്നെ കൂട്ടിന് ചെറിയ ജീവിതശൈലി രോഗങ്ങളും. അനിൽ പനച്ചൂരാൻ്റെ മനോഹരമായ കവിതയിൽ ഇപ്രകാരം പറയുന്നുണ്ട്: തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കുവാൻ ഗ്രാമം കൊതിക്കാറുണ്ട്. അതെ, ഗ്രാമം കൊതിക്കാറുണ്ട് നിങ്ങളുടെ വരവിനെ ഓർത്ത്. നിങ്ങളുടെ വിയർപ്പ് കൊണ്ടാണ് എൻ്റെ ഗ്രാമവും പച്ച പിടിച്ചത്. നിങ്ങളുടെ വിയർപ്പ് കൊണ്ടാണ് എൻ്റെ ഗ്രാമത്തിലെ പല കുടുംബങ്ങളും കരകയറിയത്. ഏറെ ബഹുമാനത്തോടെ എന്നും പ്രവാസികൾക്കൊപ്പം, അവരുടെ കഷ്ടപ്പാടിനൊപ്പം. താങ്ക് യു.